ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് ഇൻവിസിബിൾ സിബ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ഇതുപോലെ ഞാൻ ഒരു ബ്ലാക്ക് കളർ സിബ്ബാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ടും ഇതുപോലെ ആ ബ്ലാക്ക് പുറത്തേക്ക് കാണാത്ത രീതിയിൽ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് ഇൻവിസിബിൾ സിബ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് നോക്കാം. ഞാൻ സ്റ്റിച്ചിങ് പഠിച്ച സമയത്ത് മുതൽ ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്നത് ഈ ഒരു ഫൂട്ട് വെച്ചിട്ടാണ് ഇൻവിസിബിൾ സിബ് സ്റ്റിച്ച് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ഓക്കെ ആയിരുന്നെങ്കിലും എനിക്ക് ഇത്രയും പെർഫെക്റ്റായിട്ട് എനിക്ക് കിട്ടിയിരുന്നില്ല. അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഫൂട്ട് കണ്ടത്. അപ്പോൾ ഈ ഫൂട്ടിൽ ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് നന്നായി പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ ഈ ഒരു ഫൂട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വൺ സൈഡ് ഫൂട്ട് ഉപയോഗിച്ചിട്ട് അധികം പെർഫെക്റ്റ് കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു ഫൂട്ടൊന്ന് ഉപയോഗിച്ച് നോക്ക്. നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അധികം നമുക്ക് എന്താ പറയുക, ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് നല്ലതുപോലെ നല്ല പെർഫെക്റ്റിൽ അടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഫൂട്ടായിട്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അപ്പം ഞാൻ ആദ്യം ഈ ഒരു നോർമൽ ഫൂട്ട് ഞാൻ മാറ്റിയിട്ട് ഈ ഇൻവിസിബിൾ വെക്കണ ഈ ഒരു ഫൂട്ട് ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഈ ഒരു ഫൂട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് ഗൗണോ ഫ്രോക്കോ എന്തിലാണോ നമുക്ക് ഈ ഇൻവിസിബിൾ സിബ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അത് ചെയ്യുക. അതിനിപ്പോൾ ഞാനിതിൽ ഒരു 2 കട്ട് പീസ് എടുത്തിട്ട് അതിലാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ സിബ് ഇതുപോലെ നല്ല വശം നമ്മളുടെ ഈ മെറ്റീരിയലിൻ്റെ നല്ല വശത്തേക്ക് ഇങ്ങനെ മറിച്ച് വെക്കുക. കണ്ട, ഇപ്പം നമ്മൾ സിബിൻ്റെ പൊട്ട വശത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതൊന്ന് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ശരിയാവില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഞാൻ ചെയ്യുന്നത് പോലെ വെച്ചതിന് ശേഷം ഈ ഫൂട്ടിൻ്റെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ട്, 2 ഭാഗത്തും ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലേക്ക് ഈ സിബിൻ്റെ ഈ സൈഡ് കയറ്റി വെക്കുക. കറക്റ്റായിട്ട് അതിലേക്ക് വീണിരിക്കണം. എന്നിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഈ സിബ് ഒന്നിങ്ങനെ വലിച്ചിങ്ങനെ ഇതുപോലെ ഒന്നിങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിതാ ഇതുപോലെ അമർത്തി ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതൊന്ന് അതിലേക്ക് ആ ഒരു ഗ്യാപ്പിലേക്ക് ഈ സിബ് കറക്റ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഈ സിബ് ഒന്നിങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഇപ്പോൾ ഒരു വശം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മറ്റേ വശവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം നമുക്ക്. ഇനി നമ്മളിതാ ഇതുപോലെ ഈ സൈഡിലും സിബ് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ കറക്റ്റ് ഈ ഗ്യാപ്പിലേക്ക് ഇത് വീണിട്ട് ഇതുപോലെ ഒന്ന് സിബ് വലിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ എൻഡ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക്.
അപ്പോൾ ഇതാ സിബ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതായി ഈ സിബ് നല്ല പെർഫെക്റ്റ്ലി കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് സിബായിട്ട് പോലും നമുക്ക് ഒരു തരി പോലും കാണാതെ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നിങ്ങൾ ഈ ഒരു ഫൂട്ട് ഒന്ന് ഉപയോഗിച്ച് നോക്ക്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.